മക്കളെ ഗുഡ് മോർണിംഗ്. നമ്മൾ മുൻവർഷങ്ങളിൽ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമാറ്റിക് സീക്വൻസ് എന്നുള്ള ഒരു ചാപ്റ്റർ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് മനസ്സിലായുള്ള ഒരു കാര്യം, വീഡിയോന്റെ ലെങ്ത് ഇങ്ങനെ അറിയാതെ ഇങ്ങനെ കൂടി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വൃത്തങ്ങൾ അല്ലെങ്കിൽ സർക്കിൾ എന്നുള്ള ഒരു അടിപൊളി ചാപ്റ്റർ ഉണ്ട്. അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ വരയ്ക്കാനൊക്കെ നമുക്ക് ഒരുപാട് പരിമിതികൾ ഉള്ളതുകൊണ്ട് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വീഡിയോന്റെ ഒരു ഭാഗത്ത് നമ്മൾ ഉൾപ്പെടുത്തും. നിങ്ങൾ വരയ്ക്കണം എന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ എന്തായാലും നിർബന്ധമായിട്ടും വരച്ചിരിക്കും. ഓക്കെ, നമുക്ക് ഇന്ന് എന്തായാലും വൃത്തങ്ങൾ അല്ലെങ്കിൽ സർക്കിൾ ഒരു ചാപ്റ്ററാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളത്. എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പോകും കൂട്ടത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ചെയ്യുകയും ഉള്ളൂ. ഓക്കെ, റിപ്പീറ്റഡിലായുള്ളതും നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഇയാളെന്ന് പറയുന്നത് മോഡലിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താന്ന് ചോദിച്ചാൽ, ഇയാൾ എന്ന് പറയുന്നത് 110 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കോണും എത്ര ഡിഗ്രി വീതമാണ് എന്നാണ് നമ്മളോട് ഫസ്റ്റത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് നമുക്ക് എന്താണ് വൃത്തം എന്നൊക്കെ നമുക്ക് പറഞ്ഞു നോക്കാം. ഞാനിവിടെ ഒരു സർക്കിൾ വരയ്ക്കുകയാണ്, ഒരു വൃത്തം വരയ്ക്കുകയാണ്. ഇയാളാണ് ആ വൃത്തം അല്ലെങ്കിൽ സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇയാൾക്കൊരു സെന്റർ ഉണ്ടാവും. ഇയാളെ നമ്മൾ വൃത്തകേന്ദ്രം അല്ലെങ്കിൽ സെന്റർ ഓഫ് സർക്കിൾ എന്നൊക്കെ പറയും. ഈ സെന്റർ ഓഫ് സർക്കിളിൽ നിന്നും ഞാൻ സർക്കിളിലേക്ക് ഒരു ലൈന് വരച്ചു. ഇയാളെ നമ്മൾ റേഡിയസ് അല്ലെങ്കിൽ ആരം എന്നൊക്കെ പറയും അല്ലേ. വൃത്തകേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലേക്കുള്ള ദൂരത്തെ നമ്മൾ ആരം എന്ന് പറയും. അല്ലെങ്കിൽ സെന്റർ ഓഫ് സർക്കിളിൽ നിന്നും സർക്കിളിലേക്കുള്ള ലെങ്തിനെയും നമ്മൾ റേഡിയസ് എന്ന് പറയും. ഈ റേഡിയസ് ഞാൻ നീട്ടി അങ്ങോട്ട് വരച്ചു. ഓക്കെ, നീട്ടി വരച്ചപ്പോൾ എന്താ ഉണ്ടായി? ഇയാൾ ഒരു ഡയമീറ്റർ ആയിട്ട് മാറി അല്ലേ. ഡയമീറ്റർ ആയിട്ട് മാറി. ഈ ഡയമീറ്റർ വന്നപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? വൃത്തത്തെ ഈ ഒരു വൃത്തത്തെ തുല്യമായിട്ട് 2 ഭാഗങ്ങളാക്കി മാറ്റി. അങ്ങനെ മാറ്റിയിട്ടുള്ള ഒരു ഭാഗത്തെ നമ്മൾ എന്ത് പറയും? അർദ്ധവൃത്തം അല്ലെങ്കിൽ സെമി സർക്കിൾ എന്ന് പറയും. ഇയാളും അതേപോലത്തെ ഒരു ഭാഗമല്ലേ, അയാളെയും നമ്മൾ സെമി സർക്കിൾ അല്ലെങ്കിൽ അർദ്ധവൃത്തം എന്ന് പറയും. അപ്പോൾ 2 അർദ്ധവൃത്തങ്ങൾ ഉണ്ട് ഇവിടെ. ഓക്കെ, ഈ അർദ്ധവൃത്തത്തിൽ അല്ലെങ്കിൽ വൃത്തത്തിൽ ഞാൻ ഒരു പോയിന്റ് അടയാളപ്പെടുത്തി. ഈ പോയിന്റ് ഞാൻ ഡയമീറ്ററിന്റെ 2 മൂലകളുമായിട്ടും ഞാൻ യോജിപ്പിച്ചു. സെറ്റാണോ? നമ്മൾ എന്താ ഇവിടെ ചെയ്തത്? ഒരു പോയിന്റ് അടയാളപ്പെടുത്തി, അർദ്ധവൃത്തത്തിൽ ഒരു പോയിന്റ് അടയാളപ്പെടുത്തി. അപ്പൊ അയാൾ അർദ്ധവൃത്തത്തിലെ ഒരു പോയിന്റ് ആണ്. സെറ്റാണോ? ആ ഒരു പോയിന്റിനെ ഞാൻ ഡയമീറ്ററിന്റെ 2 മൂലകളുമായിട്ടും ഞാൻ യോജിപ്പിച്ചു. ഇവിടെ ഒരു കോൺ രൂപപ്പെട്ടില്ലേ? അർദ്ധവൃത്തത്തിലെ കോണായിരിക്കും ഇപ്പൊ ഇയാൾ അല്ലെ. അർദ്ധവൃത്തത്തിലെ കോണായിരിക്കും ഇയാൾ എന്ന് പറയുന്നത്. ഇയാൾ അർദ്ധവൃത്തത്തിനുള്ളിലുമല്ല, അർദ്ധവൃത്തത്തിന് പുറത്തുമല്ല, അർദ്ധവൃത്തത്തിൽ ആണ് അല്ലെങ്കിൽ അർദ്ധവൃത്തത്തിലെ കോണാണ്. അർദ്ധവൃത്തത്തിലെ കോൺ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും എന്ന് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അത് അതേപോലെ പഠിച്ചു വെക്കണം. അപ്പൊ അർദ്ധവൃത്തത്തിലെ കോൺ ഇയാൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. സെറ്റാണോ? കൂടുതലുള്ള മറ്റൊരു കാര്യം കൂടി ഓർത്ത് വെക്കുക. ഈ ലെങ്ത്തും തുല്യമാണെങ്കിൽ, ഇവിടെ ഒരു ട്രയാങ്കിൾ ഇല്ലേ? ഈ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആണ്? ഐസോസിലസ് ട്രയാങ്കിൾ ആണ് അല്ലെ. ഈ ലെങ്ത്തും തുല്യമാണെങ്കിൽ ഈ കോണും തുല്യമാവില്ലേ? തുല്യമാവും. തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇയാളും എത്ര ഡിഗ്രി വീതമായിരിക്കും? 45 ഡിഗ്രി വീതമായിരിക്കും അല്ലെ. 45 ആയിരിക്കും. എന്താ കാരണം? ഇയാൾ 90 ഡിഗ്രിയാണ്. ഒരു ട്രയാങ്കിളിന്റെ 3 കോണുകളും കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇയാളും കൂട്ടിയാൽ 90 ഡിഗ്രി വരണം. ഇയാളും ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഒരു സംശയമല്ലാതെ 45 ആയിരിക്കും. സെറ്റാണോ? കൂട്ടത്തിൽ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ഓർത്ത് വെക്കുക. ഇയാൾ ഒരു ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിന്റെ 3 മൂലകളിൽ കൂടി ഒരു വൃത്തം പാസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ട്രയാങ്കിളിന്റെ 3 മൂലകളിൽ കൂടി ഒരു വൃത്തം അല്ലെങ്കിൽ സർക്കിൾ പാസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിനെ നമ്മൾ പരിവൃത്തം അല്ലെങ്കിൽ സർക്കം സർക്കിൾ എന്നൊക്കെ നമ്മൾ പറയേണ്ടതൊക്കെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ഇയാള് അർദ്ധവൃത്തത്തിലെ ഒരു കോണാണ് അല്ലെ. ഇയാള് എന്ന് പറയുന്നത് ഈ ഒരു അർദ്ധവൃത്തത്തിലെ കോണാണ്. സംശയങ്ങളൊന്നുമില്ലല്ലോ. ഈ അർദ്ധവൃത്തത്തിൽ അടുത്തൊരു കോണ് വന്നാലും അയാളും 90 ഡിഗ്രി ആയിരിക്കും. ഈ അർദ്ധവൃത്തത്തിൽ അടുത്തൊരു കോണ് വന്നാലും അയാളും 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ മക്കളെ, ഇയാൾ എത്ര ഡിഗ്രിയാണ്? ഇയാൾ 180 ഡിഗ്രി ആയിരിക്കും. സ്ട്രേറ്റ് ലൈൻ ആണെന്ന് അല്ലെങ്കിൽ നേർരേഖയാണെന്ന് കരുതി അവിടെ കോണില്ലാതെ ആവുന്നില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇയാളും 180 ഡിഗ്രിയാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ ഈ ഒരു പോയിന്റിനെ ഞാൻ പിടിച്ചു. ഈ ഒരു പോയിന്റ് 90 ഡിഗ്രിയുള്ള ഈ ഒരു പോയിന്റ് ഞാൻ പിടിച്ചു. ഇയാളെ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിന്റെ കൂടെ ആരൊക്കെ വരും? ഈ ലെങ്ത്തും വരും,
ഈ ലെങ്ത്തും വരൂലേ? ഇയാളെ ഞാൻ പിടിച്ച് ഇങ്ങനെ കൊണ്ടുവന്നു. ഇവിടെ എത്തുമ്പോ എന്താ 180 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഈ ഒരു പോയിന്റിൽ ഞാൻ പിടിച്ച് ഇങ്ങനെ കൊണ്ടുവരാം. അപ്പൊ ആരൊക്കെ വരും? ഈ ലെങ്ത്തും എന്റെ കൂടെ പോരും. അപ്പൊ ഇവിടെ ഞാൻ പിടിച്ചിട്ട് ഇങ്ങനെ സെന്ററിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുമ്പോ ഇവിടെ എത്തി. അപ്പൊ ഇയാൾ എത്ര ഡിഗ്രി ആയിരിക്കും? ഇയാൾ 180 ഡിഗ്രി ആയിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മാറി. അപ്പൊ ഇങ്ങനെ എന്താ മനസ്സിലായത്? ഇവിടുന്ന് ഈ ഒരു കോൺ ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ വരുമ്പോ എന്താ 90 ഡിഗ്രി കൂടി ഇങ്ങനെ വരും. അങ്ങനെയാണെങ്കിൽ പുറത്തോട്ട് പോകുമ്പോഴോ 90 ഡിഗ്രി കുറഞ്ഞു വരും. അതായത് ഒന്നുമില്ല മക്കളെ, ഞാൻ ഇവിടെ ഒരു ട്രയാങ്കിളും കൂടി വരച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കോണ് എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണോ അതോ 90 ഡിഗ്രിയേക്കാൾ കുറവാണോ? ഒരു സംശയമില്ലാതെ നമുക്ക് പറയാം 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. ഇവിടെ നിന്നും ഇയാളിങ്ങനെ കൊണ്ടുവരുമ്പോ 90 ഡിഗ്രി ഇങ്ങനെ കൂടി വരിക. അപ്പൊ ഒരു സംശയമല്ല, ഇവിടെ എത്തുമ്പോഴും 90 ഡിഗ്രി കൂടുതൽ തന്നെ ആയിരിക്കും. ഇവിടെ എത്തുമ്പോ 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴോ ഇങ്ങനെ പോകുമ്പോ ഇവിടെ എത്തുമ്പോ 90 ഡിഗ്രി ആയി കുറഞ്ഞിട്ടല്ലേ വരുന്നത്. അപ്പൊ മുകളിൽ ഒരു സർക്കിൾ പോയിന്റ് ഉണ്ടെങ്കിലോ ഇയാൾ എത്രയായിരിക്കും? ഇയാള് 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. ഉള്ളിൽ വരുമ്പോഴോ 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും. സെറ്റ് ആണോ? ആ കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. അങ്ങനെയും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇയാളൊന്ന് മായ്ക്കാൻ പോവാണ്. സെറ്റാണോ? നമ്മൾ പറഞ്ഞു ഇയാള് 90 ഡിഗ്രി ആണെന്ന്. എന്താ കാരണം? അർദ്ധവൃത്തത്തിലെ കോൺ 90 ഡിഗ്രി ആയിരിക്കും. സെറ്റാണോ? അപ്പൊ ഇയാള് 90 ഡിഗ്രിയാണ്. ഞാൻ വൃത്തത്തിൽ ഇവിടെ ഒരു അർദ്ധവൃത്തം ഉണ്ടല്ലോ, താഴത്തോട്ട് ഒരു അർദ്ധവൃത്തം ഉണ്ട്. അല്ലെങ്കിൽ ഈ ഒരു വൃത്തത്തിൽ ഞാൻ അടുത്തൊരു പോയിന്റ് അടയാളപ്പെടുത്തി ഇയാളെയും ഞാൻ ഈ ഡയമീറ്ററിന്റെ 2 മൂലകളുമായിട്ട് യോജിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ഇയാളും എത്ര ഡിഗ്രി ആയിരിക്കും? ഇയാളും 90 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ? അയാളും അർദ്ധവൃത്തത്തിലെ കോണാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് തിരിച്ച് മുകളിലേക്ക് വെച്ചാൽ മതിട്ടോ. നമുക്കൊരു പിക്ചർ കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മനസ്സിലാവുന്നില്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ 4 രീതിക്ക് ഒന്ന് തിരിച്ചു വെച്ച് നോക്കാം. ഓക്കെ, നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ കത്താതിരിക്കില്ല. അപ്പൊ നമുക്കിവിടെ കിട്ടി ഇയാൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്ന് കിട്ടിക്കഴിഞ്ഞു അല്ലെ? ഇയാളും കൂട്ടിയ എത്രയാ? 180 ഡിഗ്രിയാണ്. മനസ്സിലായോ? അനുപൂരകമാണ്, സപ്ലിമെന്ററി ആണ്. ഇയാളും കൂട്ടിയാൽ എത്രയാ? 180 ഡിഗ്രിയാണ്. മക്കളെ, ഞാൻ ഈ ഒരു പോയിന്റിനെ ഈ ഡയമീറ്റർ 2 പോയിന്റിനെ ഞാൻ പിടിച്ചു ഒന്ന് താഴത്തോട്ട് അങ്ങോട്ട് കൊണ്ടുവന്നു. ആ പിക്ചർ അല്ലേ ഈ പിക്ചർ എന്ന് പറയുന്നത്? ഈ 2 പോയിന്റിനെ ഞാൻ പിടിച്ചൊന്ന് താഴത്തോട്ട് കൊണ്ടുവന്നു. ആ പിക്ചർ അല്ലേ ഇയാൾ എന്ന് പറയുന്നത്? മക്കളെ, ഇയാളിൽ നിന്നും ഇയാളിലേക്ക് വന്നപ്പോ എന്താ സംഭവിച്ചത്? ഷേപ്പിൽ മാറ്റം വന്നു. ഷേപ്പിൽ മാറ്റം വരുമ്പോൾ എന്ത് സംഭവിക്കും? കോണിന്റെ അളവിലും മാറ്റം വരും. തീർച്ചയായിട്ടും ഇവിടെ കോണിന്റെ അളവിലും മാറ്റം വന്നിട്ടുണ്ടല്ലേ? ഇയാൾ 90 ആയിരുന്നു, ഇയാൾ 110 ആയിരുന്നു. പക്ഷെ മാറാത്ത ഒരാളുണ്ട്. ഇയാളും കൂട്ടുമ്പോൾ 180 ഡിഗ്രി ആണെന്നുള്ള ഒരു കൺസെപ്റ്റ് മാറുന്നില്ല. അതേപോലെ തന്നെയാണ് ഇയാളും കൂട്ടുമ്പോൾ 180 ഡിഗ്രി ആയിരിക്കും. ഇയാൾ 110 ഡിഗ്രി ആണെങ്കിൽ ഇയാൾ എത്ര ഡിഗ്രി ആയിരിക്കും? ഒരു സംശയവുമില്ല, 70 ഡിഗ്രി ആയിരിക്കും. ഇയാളും കൂട്ടുമ്പോൾ 180 ഡിഗ്രി ആണെന്ന്. അതെങ്ങനെ വന്നതെന്ന് മറ്റൊരു രീതിക്കും കൂടി നമ്മൾ പറയേണ്ടത്. എടാ നോക്കടാ, ഈ ഒരു ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ഈ ഒരു ചതുർഭുജം എന്ന് പറയുന്നത് വെറും ഒരു ചതുർഭുജമല്ല. ഈ ചതുർഭുജത്തിന്റെ 4 മൂലകളിൽ കൂടി ഒരു സർക്കിൾ പാസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ചതുർഭുജത്തെ നമ്മൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജം എന്ന് പറയും. ഇയാൾ ഒരു ചക്രീയ ചതുർഭുജമാണ് നിലവിൽ. അങ്ങനെയാണെങ്കിൽ ചക്രീയ ചതുർഭുജത്തിന്റെ അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിളുകൾ മീൻസ് ഇയാളും കൂട്ടിയാൽ, അതേപോലെ ഇയാളും കൂട്ടിയാൽ സപ്ലിമെന്ററി ആയിരിക്കും അല്ലെങ്കിൽ അനുപൂരകമായിരിക്കും. എന്ത് ഈ അനുപൂരകം എന്ന് പറഞ്ഞാൽ? ഇയാളും 2 കോണുകളും കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പൊ എന്താ? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജത്തിന്റെ ഓപ്പോസിറ്റ് ആംഗിളുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾ ഓർമ്മയിൽ വേണം. പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് കേട്ടോ. എങ്ങനെയാണ് ഒരാൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണോ എന്ന് മനസ്സിലാക്കുക? ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ 4 വശങ്ങൾ ഉണ്ടായിരിക്കും, അതേപോലെ 4 മൂലകൾ ഉണ്ടായിരിക്കും. ഈ 4 മൂലകളിൽ കൂടി ഒരു സർക്കിൾ പാസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ ക്വാഡ്രിലാറ്ററിനെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജം എന്ന് പറയാം. ഇയാളും ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഇയാളും കൂട്ടിയാൽ 180 ഡിഗ്രി ആണ്. അതേപോലെ ഇയാളും കൂട്ടിയാലും 180 ഡിഗ്രി ആണ്. ഓർത്ത് വെക്കണം. അപ്പൊ നമുക്ക് ഈ ഒരു കോണ് കിട്ടി അല്ലെ? 70 ഡിഗ്രി ആണെന്ന് കിട്ടി. കൂടുതൽ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ഓർത്ത് വെക്കണം. ഓക്കെ,
ഇയാളെ നമ്മൾ പറയും ആർക്ക് അല്ലെങ്കിൽ ചാപം എന്ന് പറയും അല്ലെ? ആർക്ക് അല്ലെങ്കിൽ ചാപം എന്ന് പറയും. ഈ ഒരു ചാപം അല്ലെങ്കിൽ ആർക്ക് സെന്ററിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയായിരിക്കും വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോൺ. മനസ്സിലായോ? ഈ ഒരു ആർക്ക് എന്ന് പറയുന്നത്, ഈ ആർക്ക് സെന്ററിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയായിരിക്കും ഇയാൾ വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോൺ. തെറ്റാണോ? ഈ പറഞ്ഞ കാര്യം നമുക്ക് തിരിച്ചു പറഞ്ഞൂടെ? ഇയാള് വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ ഇരട്ടിയായിരിക്കും സെന്ററിൽ ഉണ്ടാക്കുന്ന കോൺ. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ഇരട്ടിയായിരിക്കും അല്ലെങ്കിൽ ഡബിൾ ആയിരിക്കും ഇയാൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇയാൾ 110 ഡിഗ്രി ആണ്. സെറ്റാണോ? ഒരാർക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞു. നമുക്ക് മറ്റൊരാർക്കും കൂടി ഇല്ലേ? ഈ ഒരാർക്ക് ഇയാള് സെന്ററിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയായിരിക്കും ഇയാള് വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോൺ. ഇതല്ലേ? തിരിച്ചു പറഞ്ഞൂടെ? വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ ഇരട്ടിയായിരിക്കും സെന്ററിൽ ഉണ്ടാക്കുന്ന കോൺ. ഇയാളുടെ ഇരട്ടിയായിരിക്കും. അപ്പോൾ 220 ഡിഗ്രി ആയിരിക്കും ഇയാൾ. അങ്ങനെ നമുക്ക് ഓർത്ത് വെക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടെന്ന് കൺസെപ്റ്റ്. ഈ ഒരു കോൺ ഉൾപ്പെടുന്ന രീതിയിലുള്ള ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കുക. ഒരു ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാം. ആ കോൺ ഉൾപ്പെടുന്ന രീതിയിൽ ഒരു ട്രയാങ്കിൾ ആയി ഇയാൾ ഒരു ട്രയാങ്കിൾ ആയി മാറിക്കഴിഞ്ഞു. അപ്പോ ഈ ഒരു ഞാൻ അല്ലെങ്കിൽ ഈ ഒരു കോഡ് സെന്ററിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയായിരിക്കും ഇവിടെ വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോൺ. തിരിച്ചു നമുക്ക് പറയാം. റെഡി ആണോ? അപ്പൊ എല്ലാ കോണുകളും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. കൂട്ടത്തിൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി ഓർത്തു വെക്കണം മക്കളെ. നമ്മൾ പറഞ്ഞു അർദ്ധവൃത്തത്തിലെ എല്ലാ കോണുകളും 90 ഡിഗ്രി ആയിരിക്കും. ഇയാളും 90 ഡിഗ്രി ആയിരിക്കും. ഇയാളും 90 ഡിഗ്രി ആയിരിക്കും. അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന കോണുകളും 90 ഡിഗ്രി ആയിരിക്കും. അർദ്ധവൃത്തത്തിൽ ആയത് കൊണ്ട് അർദ്ധവൃത്തത്തിൽ അവിടെ ഒരു ഡയമീറ്റർ ഉണ്ടായിരിക്കണം. റെഡിയാണോ? എന്താണ് അതിനർത്ഥം? ഈ കോണുകളൊക്കെ തുല്യാണ്. ഈ ഒരു ആള് വന്നപ്പോൾ ഈ കോണുകളൊക്കെ തുല്യമായി. കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി ഓർത്ത് വെക്കുക. ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, ഇവിടെ ഒരു സെന്റർ ഉണ്ടായിരിക്കും. ഇവിടെയാണ് ആ കോഡ് വന്നതെന്ന് വിചാരിക്കുക. ഈ ഡയമീറ്റർ ഒന്ന് താഴ്ന്നതല്ലേ ഇവിടെ സംഭവിച്ചത്? ഈ ഡയമീറ്റർ ഒന്ന് താഴ്ന്നു, അതല്ലേ ഇവിടെ സംഭവിച്ചത്? അങ്ങനെയാണെങ്കിൽ ഈ കോണുകളൊക്കെ പറയുന്നത് തുല്യമായിരിക്കും. ഈ കോണുകളൊക്കെ തുല്യമായിരിക്കും. സെറ്റാണോ? അതേപോലെ ഇതിന്റെ താഴെയുള്ള കോണുകളും തുല്യമായിരിക്കും. നമ്മൾ ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുകളിലത്തെ ആളും താഴത്തെ ആളും കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരണം. അതേപോലെ തന്നെ മുകളിലത്തെ ആളും താഴത്തെ ഒരാളും കൂട്ടുമ്പോഴും അനുപൂരകമായിരിക്കണം, സപ്ലിമെന്ററി ആയിരിക്കണം. കൂട്ടത്തിൽ നിങ്ങൾ ആ കാര്യം ഓർത്ത് വെച്ചാൽ മതിട്ടോ. ഡയമീറ്റർ എന്ന് പറഞ്ഞാലും കോഡാണ്. കാരണം എപ്പോഴാണ് ഇയാൾ ഡയമീറ്റർ ആയത്? വൃത്തത്തിന്റെ സെന്ററിലൂടെ പോയത് കൊണ്ടാണ് അയാളെ നമ്മൾ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഇയാളും ഒരു കോഡാണ് അല്ലേ? ഇയാളും ഒരു കോഡല്ലേ? ഇവിടുത്തെ സെയിം പ്രോപ്പർട്ടി. ഇയാളൊന്ന് താഴ്ന്നു, അപ്പൊ ഉള്ള കോണിന്റെ അളവുകളെ മാറ്റം വരുള്ളൂ. ഓക്കെ, ഇയാളൊക്കെ തുല്യമായിരിക്കും. അതേപോലെ ഇയാളൊക്കെ തുല്യമായിരിക്കും. കൂട്ടത്തിൽ ഓർത്ത് വെച്ചാൽ മതി ട്ടോ. സെറ്റാണോ? കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി ഓർത്ത് വെക്കാം. നമുക്ക് ഇവിടെ ഒരു സർക്കിൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു സർക്കിൾ ഉണ്ട്, സർക്കിളിന്റെ സെന്റർ ഉണ്ട്. സെൻട്രലിലെ കോൺ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. സെറ്റാണോ? അങ്ങനെയാണെങ്കിൽ ഞാനിത് അടുത്തൊരു കാര്യം കൂടി ഇവിടെ വരച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ കോൺ എത്ര ഡിഗ്രി ആയിരിക്കും എന്നൊരു ചോദ്യം വന്നു. അപ്പൊ നിങ്ങളും എഴുതാൻ ചാൻസ് ഉണ്ട്, ഇയാൾ 60 ഡിഗ്രി അല്ല, അപ്പൊ ഇയാളും 60 ഡിഗ്രി ആയിരിക്കും എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. തെറ്റാണ്. ഞാൻ ഇയാളെ അങ്ങോട്ട് പിടിച്ചു. ഇയാളെ പിടിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു പോയിന്റിനെ പിടിച്ചു കഴിഞ്ഞു. ഈ പോയിന്റിനെ ഞാൻ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മളുടെ പിക്ചർ എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. ഇനി നിങ്ങൾ പറയോ ഇയാൾ 60 ഡിഗ്രി ആണെന്ന് പറയോ? ഇല്ലല്ലോ. നമ്മൾ പറഞ്ഞു ഈ ഒരു ആർക്ക് സെന്ററിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയായിരിക്കും ഈ ഒരു ആർക്ക് വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോൺ. അപ്പൊ ഇയാൾ 30 ഡിഗ്രി ആയിരിക്കും. സെയിം പരിപാടിയല്ലേ? ഈ ഒരു ആർക്ക് സെന്ററിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയായിരിക്കും വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോൺ. ഇയാൾ 60 ആണെങ്കിൽ 30 ഡിഗ്രി ആയിരിക്കും.
മനസ്സിലാവുന്നില്ലെങ്കിൽ ഈ ഒരു പോയിന്റിനെ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവച്ച് നോക്കുക കേട്ടോ. അപ്പൊ നമുക്ക് മനസ്സിലായിരിക്കും ഓരോ കാര്യങ്ങൾ എങ്ങനെ വന്നതെന്ന്. സെറ്റാണോ?